പല ബന്ധങ്ങളിലും വിള്ളലുണ്ടാക്കുന്ന ഒരു ശത്രു എന്ന് പറഞ്ഞാൽ പുറത്തല്ല, ശത്രു അകത്തുണ്ട്. നമ്മൾ ജോലിയെ കഴിഞ്ഞ് അല്ലെങ്കിൽ നാട്ടിലൊക്കെ പോകുമ്പോഴേ നമ്മൾ 1 മാസമോ 2 മാസമൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നാട്ടിൽ പോകില്ലേ? പോകുമ്പോഴത്തേക്ക് നമ്മളൊരു മൊബൈൽ ഫോണൊക്കെ എടുത്തിട്ട് ഒന്ന് കളിച്ച് അതിലിരിക്കുമ്പോഴായിരിക്കും നമ്മളെ മക്കൾ ഓടി വരുന്നത്. നമ്മൾ മക്കളെ കേൾക്കുമോ എന്ന് ചോദിച്ചാൽ കാതൂട്ട് കേൾക്കും. ഭാര്യയെ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാതൂട്ട് കേൾക്കുന്നുണ്ടാവും. ഭാര്യയോ മക്കളോ ഒക്കെ നമ്മൾ അടുത്ത് വന്നാലും നമ്മൾ മൊബൈൽ ഫോണിൽ ന്യൂസ് കേൾക്കുവോ കാണുകയോ ഒക്കെ ചെയ്ത് നമ്മളിങ്ങനെ പോകും. ഹൃദയം കൊണ്ട് കേൾക്കാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവരുടെ വരവ് പതിയെ പതിയെ കുറയും. പല ബന്ധങ്ങളിലും വിള്ളലുണ്ടാക്കുന്ന ഒരു ശത്രു എന്ന് പറഞ്ഞാൽ പുറത്തല്ല, ശത്രു അകത്തുണ്ട്. അത് മൊബൈൽ ഫോണാണ്. കാര്യം നമ്മുടെ ഫോക്കസ് മുഴുവൻ മൊബൈലാണ്. മൊബൈലിനകത്ത് പല സ്ഥലത്തും ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് വ്യക്തതയോടുകൂടി പറഞ്ഞാൽ മാത്രം പോരാ, കേൾക്കാനും പറ്റണം. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ട്, എന്റെ ഭാര്യയോ എന്റെ കുട്ടിയോ എന്റെ അടുത്ത് വന്നാൽ ഈ മൊബൈൽ ഫോൺ അവിടെ വെക്കണം, എന്നിട്ട് ഞാൻ അടുത്തിരിക്കണം. പരിഗണന എന്ന് പറയും. അപ്പൊ മനുഷ്യന്മാരെ പരിഗണിക്കാൻ പറ്റണം. അത് ആദ്യം നമ്മൾ നമ്മുടെ ജോബിൽ പ്രാക്ടീസ് ചെയ്യണം, വീട്ടിൽ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ.